ഇവര് വഴി തിരിച്ചുവിടാ ചർച്ചയാണ്. BJP ചെയ്ത വികസന പ്രവർത്തനം, MP ചെയ്ത വികസന പ്രവർത്തനത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഒരു അക്ഷരം ഇവിടെ ഇത്ര നേരമായിട്ട് മിണ്ടാൻ വേണ്ടി ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. രണ്ടാമത് പുലിക്കളി നടന്നപ്പോ വാഗ്ദാനങ്ങൾ കൊടുത്തു. വാഗ്ദാനങ്ങൾ ഒരു മിനിറ്റ്. ഒഫീഷ്യലെ സംസ്ഥാന സർക്കാരിന് കൊടുത്ത ആധികാരിക രേഖയാണ്. പണം മേടിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. എന്റെ സുഹൃത്തെ ഒരു മിനിറ്റ്. പുലിക്കളി എങ്ങനെയാണ്? പുലിക്കളിയുടെ തലേദിവസമാണ് ഈ ഓർഡർ വരുന്നത്. ഓർഡറിൽ വരുന്ന പ്രത്യേകത എന്താ അറിയും? പുലിക്കളി സംഘടിപ്പിക്കുന്ന സംഘങ്ങളെല്ലാം ഈ പണം ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞ കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ എംബ്ലവും ലോഗോയൊക്കെ പ്രദർശിപ്പിക്കും. തലേദിവസം സർക്കിൾ വരുന്നു. എല്ലാ ഒരുക്കങ്ങൾ കഴിഞ്ഞു നിൽക്കുന്ന പുലിക്കളി സംഘങ്ങളോട് വെക്കുന്നൊരു കാര്യം. ഇനി ഇതുണ്ടായി ഇത്ര മാസമായി ഇവിടെ നടക്കുന്ന ഒരു ചർച്ചയിലാണ് ഈ വിഷയം ഉയർന്നു വന്നത്. BJPയുടെ പ്രതിനിധി ആകെ പ്രതിസന്ധിയിലായി. ആ സമയത്താണ് ഈ പ്രിയപ്പെട്ടവരെ BJPയുടെ പ്രതിനിധികൾ കളക്ട്രേറ്റിൽ പോയി ഇതിൻ്റെ വസ്തുതകൾ അന്വേഷിക്കുന്നത്. ഒരു പൈസ പോലും ഇത്ര കാലമായിട്ട് ഈ പറഞ്ഞ ആളുകൾ സംസ്ഥാന സർക്കാരെല്ലാം കൊടുക്കുന്നത്. സംസ്ഥാന സംഘത്തിന് 50,000 രൂപ നിങ്ങൾ പാസ്സാക്കിയിരുന്നല്ലോ. കൊടുത്തോ? 1.5 ലക്ഷം രൂപയുണ്ടല്ലോ. സംഘത്തിന് ഇവിടെ സുരേഷ് ഗോപി കൊടുത്തോന്ന് ചോദിക്കുമ്പോൾ സംസ്ഥാനം കൊടുത്തോന്ന് മതിയോ? ശ്രീ ബിജു കെ, സെക്രട്ടറി ടൂറിസം, ഗവൺമെന്റ് ഓഫ് കേരള, ഇവർക്ക് കൊടുത്താൽ ആരോട് വെല്ലുവിളിക്കുന്നു? ഞങ്ങൾ കോർപ്പറേഷൻ പുലിക്കളി നടക്കുന്നു. 1.5 ലക്ഷം രൂപ പുലിക്കളി ആരംഭിക്കുന്നതിന് തലേ ദിവസം കൊണ്ട് പുലിക്കളി സംഘങ്ങൾക്ക് കൊടുത്തത് സംസ്ഥാന സർക്കാർ. സുഹൃത്തെ ഞാൻ പറയട്ടെ, അപ്പോ അത് കഴിഞ്ഞ് 3.25 ലക്ഷം രൂപ ഈ പറഞ്ഞ പുലിക്കളി സംഘങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമാണോ? 120 ലിറ്റർ മണ്ണെണ്ണ, പുലിക്കളിയുടെ വേഷം എല്ലാം കഴുകി കളയാൻ വേണ്ടി മണ്ണെണ്ണ കൊടുത്തു. നമ്മളാണ് കുടിവെള്ളം കൊടുക്കുന്നു, ട്രോഫികൾ കൊടുക്കുന്നു, അതിന്റെ സമ്മാന തുക വർദ്ധിപ്പിക്കുന്നു. ആ BJP എന്ത് ചെയ്തു? 1 രൂപ പോലും ഇവിടെ കൊടുത്തിട്ടില്ല.